ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തിനാ ഗിൽസിന്റെ ഉള്ളിൽ നിന്ന് ചെയ്യുന്നല്ലേ? ഒരു വെറൈറ്റിക്ക് ഒരു ട്രെൻഡിന് വേണ്ടിയിട്ടാണ് ഗിൽസിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ ചെയ്യുന്നത്. പ്രത്യേകിച്ചൊന്നുമല്ല, രാവിലെ എഴുന്നേറ്റതല്ല, ഒരു ഏച്ചിയില്ലേ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിലുള്ള ഒരു ഏച്ചി എന്നെ വിളിച്ചു ഉണർത്തിയിട്ടാണ് കാര്യമായിട്ട് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. നമുക്കിവിടെ തിന്നാ ഉറങ്ങാ പിന്നെ ടെൻഷൻ അടിക്കുക, ഈ മൂന്ന് കാര്യമല്ലാതെ കുളിക്കാം, തിന്നാ, ഉറങ്ങാ, ടെൻഷൻ. 4 കാര്യങ്ങളാണ് പ്രത്യേകിച്ചും ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം. വേറെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യാനില്ല. ആ സമയത്താണ് എന്നോട് ഡോക്ടർ പറഞ്ഞത്, സൈക്കോളജിസ്റ്റിനെ ഞാൻ കാണുന്നുണ്ടല്ലോ, സൈക്കോളജിസ്റ്റ് പറഞ്ഞ എന്താണ് നീ ചെയ്യുന്ന കാര്യങ്ങള്. അപ്പൊ ഞാൻ പറഞ്ഞു, സാധാരണ രീതിയിൽ ഞാനൊരു വ്ളോഗർ കം ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് വീഡിയോ എടുക്കലാണ് എൻ്റെ മെയിൻ പരിപാടി. എന്ന് പിന്നെ ടീച്ചറായിരുന്നു. അപ്പൊ ഇപ്പം ടീച്ചർ അല്ല, തൽക്കാലം ഞാൻ റിസൈൻ ചെയ്തിരിക്കുന്നു. സോ ഇപ്പൊ സ്കൂളൊന്നും ഞാൻ റിസൈൻ ചെയ്തത് ബെസ്റ്റ് ആയിന്ന് ഇപ്പൊ തോന്നുന്നു. കാരണം ഇപ്പം കഴിഞ്ഞ മാസം കംപ്ലീറ്റ് ഇവിടെയാണ്, ട്രെയിനിങ് ആണ്, സ്കൂൾ ഓപ്പൺ ആയി, അതിന്റെ ടെൻഷൻ ഒന്നും എനിക്ക് അടിക്കണ്ടല്ലോ. അപ്പൊ എനിക്ക് എന്റെ മോളെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ ഗൈസ്. അതുകൊണ്ട് അതൊന്ന് റിസൈൻ ചെയ്ത് നല്ലൊരു ഓപ്ഷൻ, നല്ലൊരു തീരുമാനമാണെന്ന് മനസ്സിലായി. അങ്ങനെ എന്നോട് സൈക്കോളജിസ്റ്റ് കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, നീ എന്താ ചെയ്യേണ്ടത്, എന്താ ആക്കേണ്ടതെന്നൊക്കെ. മൈൻഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യുക. ഇവിടെ ചില പരിമിതികളും കാര്യങ്ങളെല്ലാം ഉണ്ടായത് കൊണ്ട് ലൈറ്റിന്റെ ഇഷ്യൂസ് ഭയങ്കരമായിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് കമ്പിന്റെ ഉള്ളിലെല്ലാം കയ്യിട്ട് രാവിലെ ഞാനും ലീലേച്ചിയും കൂടി കോഫി കഴിക്കാന്ന് വെച്ച് ഞാൻ ഇന്നലെ കോഫി പൗഡർ വാങ്ങി. ആ കോഫി പൗഡർ ഞാൻ ലീലേച്ചിയും കൂടി ആരോ ഒരാളാ ചാടിയതെന്ന് നമുക്ക് 2 പേർക്കും അറിയില്ല. പോട്ടെ, അങ്ങനെ ഇവിടുത്തെ പാല് കൂടുതൽ വെള്ളം ചേർക്കാറുണ്ട്. സാരല്ല, പോട്ടെ. നമ്മൾ പിന്നെ കുടിക്കാനും തിന്നാനല്ലല്ലോ വന്നിട്ടുള്ളത്, മോൾക്ക് വേണ്ടിട്ടല്ലേ വന്നത്. അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാല് അജറിന്റെ ഉള്ളിലെ കൂടി സംസാരിക്കുമ്പോ ഒരു വൈബ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാനിപ്പോ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത്, പിന്നെ മോക്ക് അപസ്മാരം വരുന്നതിന്റെ ലക്ഷണം ഞാൻ കണ്ടു. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, അവളെ ഐശ്വര്യ രാജകീയമായിട്ട് അവിടെ കിടന്നു ഉറങ്ങുക, പിന്നെ സമയത്ത് ഫുഡ് കൊടുക്കുക, ബസ് മറ്റ, ഇതാണ് മെയിനായിട്ട് ഡ്യൂട്ടി വരുന്നത്. ഓ, അതാണ് ഇപ്പോഴത്തെ കാര്യം. പിന്നെ ഞാൻ വിചാരിച്ചു ഡെയിലി ഉള്ള ഇവിടുത്തെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ അറിയിക്കാം. കാരണം നിങ്ങൾ അറിയിക്കുന്നതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ മെന്റൽ ഹെൽത്ത് ഞാൻ ഇമ്പ്രൂവ്മെന്റ് ചെയ്യുക. സോ ആ സമയത്ത് എൻ്റെ മൈൻഡും കാര്യങ്ങളൊക്കെ കുറച്ച് ഡൈവേർട്ട് ചെയ്യാൻ എനിക്ക് പറ്റും. ബാക്കിലൊക്കെ ഒരുപാട് ആൾക്കാർ നടന്നുകൊണ്ട് പിന്നെ നമുക്കതൊന്നും ഒരു പുത്തരിയല്ലല്ലോ ഗൈസ്. നമ്മൾ വ്ളോഗ് ചെയ്തത് കൊണ്ട് എവിടെയും നിന്ന് വ്ളോഗ് ചെയ്യാനുള്ള ഒരു തൻ്റെടം നമുക്ക് കിട്ടല്ലോ. പിന്നെ അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്ന വികസനങ്ങൾ, നമുക്ക് നോക്കാം. ബൈ ഗൈസ്, നോക്കാം. അങ്ങനെ ജീവിതത്തിന്റെ വളരെ മോശം ഘട്ടത്തിലൂടെ ഞാൻ കടന്നു പോകുന്ന സമയത്ത് ഒരു മിറാക്കിൾ എന്നെല്ലാം പറഞ്ഞതിന് പിന്നെയും ആളെ വലിച്ചു കൊണ്ടിലിടുന്ന ഒരവസ്ഥ, അതാണ് ഇപ്പം ഞാൻ സത്യത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതി വരാന്തയിലൂടെ ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഗൈസ്. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഈ ജീവിതത്തിൽ ഒരിക്കലും കാണണ്ടെന്ന് വിചാരിച്ച ആൾക്കാരെയാണ് കാണാൻ പോകുന്നത്. അപ്പം അതാരായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്യും. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലെങ്കിൽ കൂടി നിങ്ങളൊന്ന് നോക്കി നോക്ക്, അല്ലേ ശരി?